കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ പരാതിയിൽ മണിപ്പൂർ സംവിധായകനെതിരെ പോക്സോ കേസെടുത്ത് എറണാകുളം സെൻട്രൽ പോലീസ്. 17 വയസ്സുള്ളപ്പോൾ ഇയാൾ മോശമായി പെരുമാറിയെന്നാണ് പരാതി. ഈ കേസ് മധ്യപ്രദേശ് പോലീസിന് കൈമാറും. നവമി ദിനേശ് വിവരങ്ങൾ നൽകും. നവമി, കുംഭമേളയിലെ വൈറലായ പെൺകുട്ടി പിന്നീട് കേരളത്തിലെത്തുകയും ആദ്യം ചലച്ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ എത്തുന്നതൊക്കെ വലിയ തോതിൽ നമ്മളൊക്കെ ശ്രദ്ധിച്ചതും കണ്ടതുമൊക്കെയാണ്. പിന്നീടായിരുന്നു അവളുടെ വിവാഹം. അത് വലിയ പുകിലുണ്ടാക്കി. ഇതിനിടയിലാണ് ഭർത്താവുമായി എത്തി ഇങ്ങനെ ഒരു പീഡന ശ്രമം അവിടെ നടന്നിരുന്നു എന്നുള്ള, അതിക്രമം നടന്നു എന്നുള്ള വിവരം അവർ പങ്കുവയ്ക്കുന്നത്. എന്താണ് ഈ കേസിൻ്റെ സാഹചര്യം? എന്താണ് ഈ സംവിധായകനെതിരെ പോക്സോ കേസ് എടുത്ത സാഹചര്യത്തിൽ ഇനി എന്താണ് പോലീസ് നടപടി? അത് മധ്യപ്രദേശ് പോലീസിനെ കൈമാറിയത്. അതെ എൽദോ, കൊച്ചി സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് മധ്യപ്രദേശ് പോലീസിന് കൈമാറിയിരിക്കുകയാണ്. അന്ന് എൽദോ പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയിലെത്തി മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു ഇക്കാര്യങ്ങൾ നടി ആദ്യമായി പറഞ്ഞത്, പെൺകുട്ടി ആദ്യമായി പറഞ്ഞത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പത്രസമ്മേളനത്തിൽ അവർ ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. സംവിധായകൻ സനോജ് മിശ്ര, അതായത് ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ, അവരാദ്യമായിട്ട് ഈ പെൺകുട്ടിയെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രവും അതായിരുന്നു. ആ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് തനിക്ക് ഇത്തരത്തിൽ മോശം അനുഭവം ഉണ്ടായത്. സനോജ് മിശ്ര തന്റെ ശരീരത്തിൽ കടന്നു പിടിക്കാൻ ശ്രമിച്ചു, കടന്നു പിടിച്ചു. ഈ കാര്യങ്ങൾ തനിക്ക് അന്ന് 17 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ അരോചകമായി തോന്നി. തന്റെ മാതാപിതാക്കളോടും മറ്റു കുടുംബാംഗങ്ങളോടും ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരിതിന് വേണ്ട ഗൗരവം കാണിച്ചില്ല. അത് സാരമില്ല, നിനക്ക് തോന്നിയതായിരിക്കും, ആദ്യത്തെ സിനിമയല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാകും, പണം ലഭിക്കുന്നുണ്ടല്ലോ എന്ന മറുപടികളൊക്കെയാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അവർക്ക് പണം മാത്രം മതിയായിരുന്നു എന്നുകൂടി പെൺകുട്ടി പറയുന്നുണ്ട്. ഡെറാഡൂണിലൊക്കെ വെച്ചായിരുന്നു ഈ സിനിമയുടെ ലൊക്കേഷൻ, ഷൂട്ടിംഗ് ഒക്കെ അവിടെ വെച്ചായിരുന്നു. ആ സമയത്താണ് തനിക്ക് പലതവണ ഇത്തരത്തിൽ മോശം അനുഭവം ഉണ്ടാവുകയും മറ്റു ചില പെൺകുട്ടികൾക്കും മോശം അനുഭവം ഉണ്ടായി എന്നായിരുന്നു അന്ന് പത്രസമ്മേളനത്തിൽ ഈ പെൺകുട്ടി വ്യക്തമാക്കിയത്. അതിന് പിന്നാലെ ഈ സനോജ് മിശ്ര ഈ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതായത് ഈ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് കേരളത്തിലെത്തി ഇവർ ഫർമാൻ ഖാനുമായി വിവാഹം കഴിച്ച ഉടനെ ആയിരുന്നു സനോജ് മിശ്ര തന്റെ ഫേസ്ബുക്കിലൂടെ ഈ നടിയെയും ഈ പെൺകുട്ടിയെയും യുവാവിനെയും വളരെ മോശമായി ചില പരാമർശങ്ങൾ നടത്തിയത്. ഈ വിവാഹം ലവ് ജിഹാദിനോട്, ഈ ഒരു വിവാഹം ലവ് ജിഹാദ് ആണെന്ന തരത്തിലുള്ള പരാമർശം നടത്തി. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പലതരത്തിലുള്ള വിമർശനം, അല്ലെങ്കിൽ ഇവർക്കെതിരെ രൂക്ഷമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നിരുന്നു. തനിക്കെതിരെ വലിയ സൈബർ ആക്രമണമാണ് നടന്നിരുന്നതെന്ന് പെൺകുട്ടി പറയുകയും ചെയ്തു. ഇതെല്ലാം താൻ ഇക്കാര്യങ്ങൾ, സനോജ് മിശ്ര തന്നോട് മോശമായി പെരുമാറി, ഇക്കാര്യങ്ങൾ താൻ പുറത്തു പറയുമെന്ന് പേടിച്ചുകൊണ്ടാണ് അദ്ദേഹം എനിക്കെതിരെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം നടത്തുന്നത്, തന്നെ വളരെ മോശമായി പറയുന്നതെന്നായിരുന്നു പെൺകുട്ടി പറഞ്ഞത്. എന്തായാലും സനോജ് മിശ്ര ഈ പത്രസമ്മേളനത്തിന് ശേഷം പ്രതികരിച്ചപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായി തള്ളുന്ന സാഹചര്യമായിരുന്നു. മനഃപൂർവ്വം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ് ഈ പെൺകുട്ടി, തന്റെ സിനിമയിൽ ഇനി ഈ പെൺകുട്ടിയെ അഭിനയിപ്പിക്കില്ല എന്നുകൂടി സനോജ് മിശ്ര പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും അന്ന് പത്രസമ്മേളനം കഴിഞ്ഞ ശേഷം കൊച്ചി സെൻട്രൽ പോലീസിനായിരുന്നു പെൺകുട്ടി പരാതി നൽകിയത്. ആ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നതും ഈ ഷൂട്ടിംഗ് ലൊക്കേഷനെല്ലാം മധ്യപ്രദേശ് മറ്റിടങ്ങളിലൊക്കെ ആയതിനാൽ മധ്യപ്രദേശ് പോലീസിന് ഈ കേസ് കൈമാറാനാണ് കേരള പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം നോമി, നമ്മുടെ ഈ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കേസുണ്ടല്ലോ, അവിടെയും ഒരു പോക്സോ കേസാണല്ലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അന്വേഷണം എന്തായി? മധ്യപ്രദേശ് പോലീസല്ലേ ആ കേസിലും കാര്യങ്ങൾ നീക്കുന്നത് ഇപ്പോൾ? എൽദോ, ഇപ്പോൾ ആ കേസിൽ ഫർമാൻ ഖാന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ തുടർ നടപടികളിലേക്ക് മധ്യപ്രദേശ് പോലീസ് കടന്നിട്ടില്ല. കേരള പോലീസും അതിൽ പ്രത്യേകിച്ച് ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഒരാഴ്ച മുൻപാണ് മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലെത്തി ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ അവരിപ്പോഴും ഒളിവിലാണ്, കൊച്ചിയിലാണ് താമസിക്കുന്നതെന്ന് മാത്രമാണ് പോലീസിന് അറിയാൻ സാധിക്കുന്നത്. വേണ്ട വിധത്തിലുള്ള സഹായങ്ങളെല്ലാം ഒരു സേന മറ്റൊരു സേനയ്ക്ക് നൽകേണ്ട സഹായങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് മാത്രമാണ് കേരള പോലീസ് പറഞ്ഞത്. ഒപ്പം ഈ ഹൈക്കോടതിയുടെ ഉത്തരവും മധ്യപ്രദേശ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ ഫർമാൻ ഖാന്റെ
അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. അത് മധ്യപ്രദേശ് പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. അതിനിടയിൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഫർമാൻ ഖാൻ പോലീസിനെ അറിയിച്ചത്, മധ്യപ്രദേശ് പോലീസിനെ അറിയിച്ചത് ഈ കുംഭമേളയിലെ ഈ താരം അവൾ ഇപ്പോൾ ഗർഭിണിയാണ്, കൂടുതൽ ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ പോലീസിന് മുന്നിൽ ഹാജരാകാൻ കഴിയില്ല എന്നൊരു വിശദീകരണമാണ് മധ്യപ്രദേശ് പോലീസിന് കൈമാറിയിരിക്കുന്നത്. എന്തായാലും മധ്യപ്രദേശ് പോലീസ് 3 ദിവസം കൊച്ചിയിൽ തങ്ങിയതിനു ശേഷം തിരികെ പോവുകയായിരുന്നു. ഇരുവരുടെയും മൊഴിയെടുക്കാൻ സാധിച്ചില്ല. അതിനിടയിൽ ഈ പെൺകുട്ടി തങ്ങൾക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പോലീസിനൊരു മെയിൽ അയച്ചിട്ടുണ്ട്. തന്നെയും തന്റെ ഭർത്താവിനെയും അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ തന്നെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. തനിക്ക് നാട്ടിലേക്ക് പോകണ്ട, കേരളത്തിൽ തന്നെ നിന്നാൽ മതി, അതിനു വേണ്ടിയിട്ടുള്ള സംരക്ഷണം നൽകണമെന്ന് കമ്മീഷണർക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. പക്ഷെ അതിൽ പോലീസ് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിരുന്നില്ല. മധ്യപ്രദേശ് പോലീസ് ഇരുവരുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് തിരികെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും കോടതി ഇനി ഈ ഹർജി പരിഗണിക്കുമ്പോൾ കൂടുതൽ വാദം ഉണ്ടാകും. ഫർമാൻ ഖാന് തന്റെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. താൽക്കാലികമായാണ് ഇപ്പോൾ അവരുടെ ഫർമാൻ ഖാന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. പെൺകുട്ടി പറയുന്നതനുസരിച്ച് തനിക്ക് പ്രായപൂർത്തിയായി, തന്റെ സഹോദരന്റെ ജനന സർട്ടിഫിക്കറ്റ് കാണിച്ചാണ് ഇവർ ഇത്തരത്തിൽ വ്യാജ പരാതി നൽകിയിരിക്കുന്നതെന്നാണ്. പക്ഷേ മധ്യപ്രദേശ് പോലീസിന്റെ കയ്യിലുള്ള രേഖയിൽ പറയുന്നത് ഈ പെൺകുട്ടിക്ക് 18 വയസ്സായിട്ടില്ല, പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ്. എൽദോ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മണിപ്പൂർ സംവിധായകനെതിരെ ഇപ്പോൾ പോക്സോ കേസ് എടുത്തിരിക്കുന്നു. മധ്യപ്രദേശ് പോലീസിന് ആ കേസ് കൈമാറിയിട്ടുണ്ട് കേരള പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.